ഇവിടുത്തെ എൻ്റെ എല്ലാ ദിവസവും തുടങ്ങുന്നത് ഈ ചെറിയ മുറിയിൽ നിന്നാണ്. എണീറ്റാൽ പിന്നുള്ള പതിവ് 30 മിനിറ്റ് വർക്കൗട്ട് ചെയ്യും റൂമിൽ തന്നെ. അത് കഴിഞ്ഞ് പല്ല് തേച്ച് കുളിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണം. 5 ഈന്തപ്പഴം വിത്ത് പ്രോട്ടീൻ. രാവിലത്തെ കഴിഞ്ഞു. ഇനി നേരെ ഡ്യൂട്ടി. റൂമിൽ നിന്ന് 5 മിനിറ്റ് നടക്കണം ജോലി സ്ഥലത്തേക്ക്. രാവിലെ തന്നെ നല്ല ചൂടാണ്. നാട്ടിൽ നിന്ന് വിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും അസാധ്യമെന്ന് തോന്നുന്ന ചില സ്വപ്നങ്ങളെ പിന്തുടരുന്നവരാണ്. എനിക്ക് ഒരു ഫുൾ ടൈം ട്രാവലർ ആകാനായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മുടെ സാഹചര്യം ഇപ്പം അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഇപ്പം ഇങ്ങനെ മുൻപോട്ട് പോകുന്നു. നോ മണി, നോ ഫ്രീഡം, ജസ്റ്റ് എ ക്യാമറ, മൈ സ്റ്റോറി ആൻഡ് എ ബിഗ് ഡ്രീം. ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു കാഴ്ചയാണ് ഇങ്ങനെ ട്രക്ക് പാർക്ക് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് എവിടെ സ്ഥലമുണ്ടോ അവിടെ എല്ലാം ഇതുപോലെ ട്രക്ക് കൊണ്ടിട്ടേക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെക്കാട്ടി ഒരുപാട് പല മോഡലുകളിലുള്ള വണ്ടികൾ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ രാവിലെ നമ്മൾ സൈറ്റിൽ ചെന്ന് പഞ്ച് ചെയ്ത് കഴിഞ്ഞ് റീൽസ് തോണ്ടിയിരിക്കുമ്പോൾ ഒരു കോള്. അവിടുത്തെ ഒരു പൈപ്പ് പൊട്ടിയെന്നും പറഞ്ഞു ചെന്ന് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. അന്നേരം തന്നെ അവിടുത്തെ ആളോട് നമ്മുടെ ഒപ്പിച്ചേണ്ട ഡയലോഗും കാച്ചി, ഏത് ഇപ്പം ശരിയാക്കി തരാം. എന്നിട്ട് നേരെ കടയിൽ പോയി ബാക്കി സാധനവും മേടിച്ച് പൈപ്പ് റെഡിയാക്കി കൊടുത്തു. ആള് ഹാപ്പി. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഉച്ചയായി. നേരെ ഫുഡ് കഴിക്കാൻ നമ്മുടെ സ്വന്തം ചേട്ടൻ്റെ അടുത്തോട്ട് പോയി. ചോറും മീൻതോരനും അച്ചാറും കൂട്ടി ചോറുണ്ട്. ഫുഡ് കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ അടുത്ത കോള് വന്നു. നേരെ അടുത്ത സൈഡിലോട്ട്. ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ പറയാതിരിക്കാൻ പറ്റത്തില്ല, പക്കായാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 2 മീറ്റർ ചേഞ്ച് ചെയ്യാനായിരുന്നു പണി. വർക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ചൂട് ഒരു രക്ഷയില്ല. ഇതാണ് നമ്മുടെ പ്രവാസികളിൽ കൂടുതൽ പേരും അനുഭവിക്കുന്നത്. ഇവിടം കാണുമ്പോൾ നമ്മുടെ നാടൊക്കെ എന്ത് അടിപൊളിയാണല്ലേ. അത് കഴിഞ്ഞ് ഒന്ന് തള്ളത്തേക്ക് മാറിയിരിക്കുമ്പോൾ അതാ പോകുന്നു സ്വപ്നങ്ങളെയും ചിറകിലേറ്റിയ ഒരു പഹയൻ. പുള്ളിക്കൊരു ടാറ്റയും കൊടുത്ത് ഇന്നത്തെ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഓരോ ദിവസവും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം രേഖപ്പെടുത്തുന്നു. ഓരോ പടിയും സ്വപ്നത്തിലേക്ക് അടുക്കുന്നു.